ഒരു 10-16 ദോശ എനിക്ക് കൊടുത്തു. എന്താണെന്നറിയില്ല, വല്ലാത്ത വിശപ്പ്. അത് ഇന്ന് മാത്രമല്ലല്ലോ, എല്ലാ ദിവസവും അങ്ങനെയല്ലേ? എന്തിനാളിയ 16 ദോശ? കൊണ്ടുപോയി തെരുവിൽ വിൽക്കാനാണോ? എനിക്കിവിടെ കഴിക്കാൻ നേരില്ല, അപ്പോഴാണോ വിൽക്കാൻ നടക്കുന്നത്? തെരുവിൽ കൊണ്ടുപോയി വിൽക്കാൻ എന്റെ ഭർത്താവ് ഇവിടെയുള്ള ചിലരെ പോലെയാണെന്ന് വിചാരിച്ചോ? എടാ അരവിന്ദേ, വണ്ടിയിൽ മൈക്ക് കെട്ടി തെരുവിൽ മുഴുവൻ തെണ്ടി നടന്ന് ദോശ വിൽക്കേണ്ട ഗതികേടൊന്നും എന്റെ ഭർത്താവിനില്ല. അശ്വേച്ചി, ദോശ ഞാൻ ഉണ്ടാക്കാം. നീ നിന്റെ മാമനെയും ഭർത്താവിനെയും ഊട്ടിയാ മതി. മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിയോളാം. ബാലമാമൻ ചേച്ചിയുടെ അച്ഛനല്ലേ? എന്റെ ഭർത്താവ് അനിയനും എന്തിനെങ്ങനെ വേർതിരിച്ചു കാണുന്നേ? വേർതിരിച്ചത് നീ തന്നെയാ. നീ ഇവിടെ വന്നു കയറുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നായിരുന്നു. തേനീച്ച കൂട്ടിൽ കല്ലെറിഞ്ഞ് ഇളക്കി വിടുന്ന പോലെ ആക്കിയത് നീയാ. ഇഞ്ഞോണ്ട് ഇത് ഞാൻ തിന്നോളാം, അമ്മാവന് വേറെ കൊടുക്കും. നല്ല വിശപ്പ്. ആ കഴിക്കേ. ബാലമാമ ഇപ്പൊ കൊണ്ടുവരാമേ. തിരക്കില്ലേ മോളെ? ആ അശ്വതിയെ, മേടത്തിനുള്ള ദോശ നല്ല നെയ്യ് ചേർത്ത് ഉണ്ടാക്കണം കേട്ടോ. ദാളിയ കഴിച്ചോ? ഞാൻ കൂടെ ചെല്ലട്ടെ. ബാ. എന്തിനാ ചേച്ചി എന്നോട് വെറുപ്പ് കാണിക്കുന്നത്? ഞാനും ഈ കുടുംബത്തിലെ അല്ലേ? ചോദിച്ചത് എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. നിന്നെപ്പോലൊരു കുശുമ്പും കുരുട്ടുബുദ്ധിയും കുന്നായ്മയുള്ള ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ അമ്മ നിന്നെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാ ഞാനും നിന്നെ കാണുന്നേ. നീ വീട്ടിലുണ്ടാവും, പക്ഷേ എന്റെ മനസ്സിലുണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചേച്ചി മനസ്സിലാക്കുന്നൊരു സമയം വരും. എനിക്കിപ്പോ വേണ്ട. മോളെ ആകാശിനെ കണ്ടില്ലല്ലോ, അവൻ കഴിച്ചോ? ഇല്ല. നീ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചാക്കോ ചേട്ടൻ വരില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? അവൻ എന്തായി കാണിക്കുന്നത്?